സോ ഇതാണ് വിവോന്റെ Vivo X80 Pro എന്ന സ്മാർട്ട് ഫോൺ. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു ക്യാമറ മോഡലാണ്, എസ്പെഷ്യലി ക്യാമറ ഹാർഡ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഫസ്റ്റ് കാണാം. ഓക്കെ, സോ ഫസ്റ്റ് ആണ് 50 മെഗാ പിക്സലിന്റെ കസ്റ്റം മെയ്ഡ് സാംസങ് GNV സെൻസർ. ഓക്കെ, OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സെക്കൻഡ് ആണ് 48 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ് ക്യാമറ. മൂന്നാമത്തെ ക്യാമറയാണ് 12 മെഗാ പിക്സലിന്റെ 2x ടെലിഫോട്ടോ അല്ലെങ്കിൽ പോർട്രേറ്റ് ക്യാമറ എന്ന് പറയാറുണ്ട്. ഫോർത്ത് ക്യാമറയാണ് 8 മെഗാ പിക്സലിന്റെ 5x ഒപ്റ്റിക്കൽ സൂം ഉള്ള പെരിസ്കോപ്പ് ടെലിഫോട്ടോ. ഇതിലും OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. വേറെ ഒരുപാട് നല്ല ഫീച്ചേഴ്സും ഒരുപാട് നല്ല സ്പെസിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഒരു വലിയ ബ്ലാക്ക് ബോക്സിലാണ് ഫോൺ വരുന്നത്. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഫോൺ മാറ്റി വെക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, ഫോണിന്റെ മേളിൽ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴും നല്ലൊരു ലുക്കാണ് കിട്ടുന്നത്. 80 വാട്ടിന്റെ ചാർജർ, ടൈപ്പ് സി ഇയർഫോൺസ്. ഈ ടൈപ്പ് സി ഇയർഫോൺസിന് വേണ്ടിയുള്ള എക്സ്ട്രാ ബഡ്സും ഇതിന്റെ പാക്കറ്റിൽ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും കണ്ണ് നിറയാണ്. ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, ഡോക്യുമെന്റേഷൻ ആൻഡ് ഫൈനലി സിം ഇജക്ടർ പിൻ. ഈ ഒരു ഫോൺ ഫസ്റ്റ് ടൈം അൺബോക്സ് ചെയ്ത് കയ്യിലെടുക്കുമ്പോൾ ആ ഒരു വെയിറ്റ് നിങ്ങൾക്ക് ഫീൽ ആവും. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഫോണാണ്. 220 ഗ്രാമാണ് വെയിറ്റ്. തിക്നെസ്സും ഉണ്ട്. 9.1 mm ആണ് തിക്നെസ്. നല്ല അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ ഫോണായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവും. ഇതിൻ്റെ ബാക്കിലുള്ള ഫിനിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫിനിഷാണ്. ആ ഒരു സ്മൂത്ത് വെൽവെറ്റി മാറ്റ് ഫിനിഷ് ആണ് തീർച്ചയായിട്ടും, പക്ഷേ ആ ഒരു സ്മൂത്ത് വെൽവെറ്റി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രെയിം മെറ്റൽ ഫ്രെയിമാണ്, അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഫിനിഷ് ഇഷ്ടപ്പെട്ടില്ല. ക്യാമറ മോഡ്യൂളിൻ്റെ ഗ്ലോസി ഗ്ലാസ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് ഒക്കെ ഈസിലി അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എപ്പോഴും എടുത്ത് തുടച്ച് വൃത്തിയാക്കേണ്ടി വരും. ബാക്കിലുള്ള മെറ്റീരിയൽ ഗ്ലാസ് ആണ്. അതിനോടൊപ്പം തന്നെ IP68 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിർബന്ധമായിട്ട് കിട്ടേണ്ട ഒരു റേറ്റിംഗ് ആണ് IP68 റേറ്റിംഗ്. വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. സോ മുക്കിയെടുത്താലും നോ പ്രോബ്ലം. അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, IP68 റേറ്റിംഗ് വരുന്നുണ്ട്. പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ മേളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ആൻഡ് IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് വോള്യൂം റോക്കർ ആൻഡ് പവർ ബട്ടൺ. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. താഴെ സിം ട്രേ, മൈക്ക്, USB Type-C പോർട്ട്, USB 3.1 സപ്പോർട്ട് ചെയ്യുന്ന USB Type-C പോർട്ടാണ്. ഓക്കെ, ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ഒരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, നോ ഡൗട്ട്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്, അതായത് രണ്ട് എഡ്ജസും കർവ്ഡ് ആണ്. വാട്ടർഫോൾ ഡിസ്പ്ലേ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ഭയങ്കരമായ ഒരു കർവ് ഒന്നും വരുന്നില്ല. അതായത് ആക്സിഡൻ്റൽ ടച്ചിൻ്റെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, ഭയങ്കരമായ കർവ് ഉണ്ടെങ്കിൽ സൈഡിൽ ഇങ്ങനെ ആക്സിഡൻറ്റ് നമ്മൾ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇവിടെ വരുന്നില്ല. പിന്നെ ചിലർക്ക് ഫ്ലാറ്റ് ആണ് ഇഷ്ടം, ചിലർക്ക് കർവ് ഡിസ്പ്ലേ ആണ് ഇഷ്ടം. അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. 6.78 ഇഞ്ചുള്ള LTPO 3.0 E5 10-bit 2K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ക്യാമറയിൽ മാത്രമല്ല ഡിസ്പ്ലേയിലും സ്പെസിഫിക്കേഷൻസ് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. LTPO ഡിസ്പ്ലേൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ 1 Hz to 120 Hz. ഇതിൻ്റെ ഇടയിലുള്ള ഏത് റിഫ്രഷ് റേറ്റിൽ വേണമെങ്കിലും ഇതിന് റിഫ്രഷ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എനർജി ലാഭിക്കാൻ പറ്റും. ബാറ്ററി കൺസംഷൻ കുറവായിരിക്കും. അതാണ് ബേസിക്കലി LTPO. 3.0 എന്ന് പറയുമ്പോൾ തേർഡ് ജനറേഷൻ LTPO ആണ്. E5 AMOLED എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള, കൂടുതൽ ബ്രൈറ്റ്നസ് ഉള്ള AMOLED ഡിസ്പ്ലേസിനാണ് E5 AMOLED എന്ന് വിളിക്കുന്നത്. ക്വാഡ് HD+ റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. സ്കോട്ട് സെൻസേഷൻ അപ്പിൻ്റെ ആണ് പ്രൊട്ടക്ഷൻ. ഓക്കെ, 1500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ ഇൻഡോർ ഔട്ട്ഡോർ എവിടെ പോയാലും നല്ല ക്ലിയർ ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കുറവാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നത്തില്ല. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോ ഇഷ്യൂസ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് 4K HDR വീഡിയോസ് കാണാൻ കഴിയും യൂട്യൂബിൽ. വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് OTT പ്ലാറ്റ്ഫോംസിൽ നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഫുൾ HD 1080p വീഡിയോസ് പ്ലേ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലൗഡ് ആണ് കേട്ടോ. സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. അതിനോടൊപ്പം തന്നെ വോളിയം, അത്യാവശ്യം നല്ല വോളിയം കിട്ടുന്നുണ്ട്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഓവറോൾ നല്ലൊരു പ്രീമിയം മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഈ ഡിസ്പ്ലേയിലുള്ള ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടല്ലോ, അത് 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. വലിയൊരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ മേളിൽ തന്നെ പ്രസ് ചെയ്യണമെന്നില്ല. അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും പ്രസ് ചെയ്താലും അത് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അതായത് നമ്മുടെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നോർമലി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ രജിസ്റ്റർ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പലതവണ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഫിംഗറിൽ. ഇതിൻ്റെ അകത്ത് ഒറ്റ തവണ മാത്രം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റർ ആവുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. X ആക്സിസ് ലീനിയർ മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. സോ ടൈപ്പൊക്കെ ചെയ്യുമ്പോഴൊക്കെ നല്ല ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഇസ് റിയലി ഫ്ലാഗ്ഷിപ്പ് ആൻഡ് പ്രീമിയം ലെവൽ. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ക്വാൾകോമിൻ്റെ സൈഡിൽ നിന്നുള്ള ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ആണ് 8 Gen 1 ചിപ്സെറ്റ്. അതിവിടെ വരുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, മിക്ക എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനും ഈ ഒരു ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. ആ ഒരു ചിപ്സെറ്റിൻ്റെ കംപ്ലീറ്റ് പവർ ഈ ഒരു ഫോൺ വലിച്ചെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഫൈനലി നമ്മുടെ ചാനലിൽ 10 lakh AnTuTu സ്കോർ ക്രോസ് ചെയ്ത ഒരു ഡിവൈസ് വന്നിട്ടുണ്ട്. അതാണ് വിവോൻ്റെ Vivo X80 Pro. 12 GB എൻഹാൻസ്ഡ് LPDDR5
RAM വരുന്നുണ്ട്, 256 GB എൻഹാൻസ്ഡ് UFS 3.1 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. സോ എല്ലാം ടോപ്പ് ലെവൽ ആയതുകൊണ്ടാണ് ഇത്ര അധികം AnTuTu സ്കോർ കിട്ടുന്നത്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ SD കാർഡ്, മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 12 വരുന്നുണ്ട് വിത്ത് ലേറ്റസ്റ്റ് FunTouchOS 12. 4 GB വരെയുള്ള എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. FunTouchOSന്റെ ഇൻറ്റിഗ്രേഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈവൻ മിഡ് റേഞ്ച് ഫോൺസിലും നല്ല സ്മൂത്ത് പെർഫോമൻസ്, നല്ല സ്മൂത്ത്നെസ് തരുന്ന ഒരു UI ആണ് FunTouchOS. ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കൊണ്ടുവരുമ്പം ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വിവോ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഇവിടെ ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും വീണ്ടും വന്നിട്ടുണ്ട്. ഇത്രയും പ്രൈസ് കൊടുത്ത് നമ്മൾ ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ്, ആക്ച്വലി പച്ചയ്ക്ക് ആപ്പ് റെക്കമെൻഡേഷൻ തരുന്ന 2 ആപ്ലിക്കേഷൻസ് ആണ് ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ്. അതൊക്കെ എടുത്ത് മാറ്റണം. അതേ രീതിയിൽ ആ ഒരു ബ്ലോട്ട് വേഴ്സ് 10-12 ബ്ലോട്ട് വേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു മിഡ് റേഞ്ച് ലെവൽ മോജും പിന്നെ ജോഷും അതുപോലത്തെ ബ്ലോട്ട് വേഴ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും ഫ്രോം ഫ്ലാഗ്ഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂ. കിഡിലൻ ഗെയിമിംഗ് പെർഫോമൻസ് ആയിരുന്നു. ഞാൻ എല്ലാ ഗെയിംസ് കളിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. BGMI ആണ് കളിച്ച് നോക്കിയത്. സ്മൂത്ത് എക്സ്ട്രീം സെറ്റിംഗ്സിലാണ് കളിച്ചത്. അതായത് HDR എക്സ്ട്രീം വരെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. HDR 60 FPS സംഭവം അൺലോക്ഡ് ആണ്. ഈവൻ അൾട്രാ HDയും കളിക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് ദാറ്റ്സ് ഇറ്റ് അൾട്രാ. ഓക്കെ, വളരെ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടിയത്. അതായത് സ്മൂത്ത് എക്സ്ട്രീമിൽ നമ്മൾ പറക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം 300 Hz ടച്ച് സാമ്പിളിംഗ് കിട്ടുന്നുണ്ട്. 1000 Hz ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട്. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഗണ്ണൊക്കെ തിരിക്കുമ്പോണ്ടല്ലോ, ആ ഒരു സ്മൂത്ത്നെസ്, ഈവൻ ഓടുമ്പോഴും ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, അത് കളിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വളരെ നല്ല സ്മൂത്ത്നെസ് ആണ് കിട്ടിയത്. നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്രയും പവർഫുൾ ചിപ്സെറ്റ് ഉണ്ട്. 8 Gen 1 ആണ്. സോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, ഓവർ ഹീറ്റിംഗ് ഉണ്ടോ, ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നുണ്ടോ? 8 Gen 1 ഹീറ്റ് ആവുന്നത് നോർമലി നമ്മൾ എക്സ്ട്രീം സ്ട്രെസ് കൊടുക്കുമ്പോഴാണ്. അതായത് ഞാൻ AnTuTu ബെഞ്ച്മാർക്ക് സ്കോറൊക്കെ റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഈവൻ ത്രോട്ട്ലിംഗ്. സോ ഹീറ്റിംഗ് എനിക്ക് ഫീൽ ആയത് ബേസിക്കലി ത്രോട്ട്ലിംഗ് ടെസ്റ്റും പിന്നെ ഈ ഒരു AnTuTu ബെഞ്ച്മാർക്ക് റൺ ചെയ്തപ്പോൾ മാത്രമാണ്. ഓക്കെ, അത് ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓവർ ഹീറ്റിംഗ് ഒന്നുമല്ല, പക്ഷേ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഹീറ്റ് ആവുന്നുണ്ട്. നോർമൽ ഗെയിമിങ്ങിൻ്റെ സമയത്ത് അങ്ങനെ ഭയങ്കരമായ ഹീറ്റിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ചെറിയ രീതിയിൽ എന്തായാലും വാം ആവുന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി ഹീറ്റിംഗ് ഉണ്ടെങ്കിലും ഇവിടെ അൾട്രാ ലാർജ് ലിക്വിഡ് കൂളിംഗ് വേപ്പർ ചേമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹീറ്റിംഗ് ഉണ്ടെങ്കിലും പെട്ടെന്ന് കൂൾ ഡൗൺ ആവും എന്നാണ് വിവോ പറയുന്നത്. സോ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. ഓക്കെ, അബൌട്ട് പെർഫോമൻസ്. ഇനി ചിലപ്പോൾ ഞാൻ ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ ലോങ് ടേം റിവ്യൂ അല്ലെങ്കിൽ യൂസ്ഡ് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, ഈ ഫോണിലുള്ള 4 റിയർ ക്യാമറകളിലും Zeiss-ന്റെ T-Star കോട്ടിംഗ് ഉള്ള ലെൻസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിവോ പറയുന്നതനുസരിച്ച് ഇത് കാരണം കൂടുതൽ ലൈറ്റ് എന്നാണ്, സെൻസറിലേക്ക് കൂടുതൽ ലൈറ്റ് എത്തുമെന്നാണ് പറയുന്നത്. ഈ ഫോണിന്റെ ഓവറോൾ ക്യാമറ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ നിലവിലുള്ള കാലാവസ്ഥ അറിയാലോ, ഫുള്ള് മൂടി കിടക്കുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് ഫോട്ടോസിന് ആ ഒരു വാംത്തൊക്കെ കുറവായിരിക്കും. കാരണം കംപ്ലീറ്റ്ലി ക്ലൗഡി സിറ്റുവേഷൻ ആണ്. സോ എനിവേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ട്, നല്ല കളേഴ്സ് ആണ്, നല്ല ഡൈനാമിക് റേഞ്ച്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ്, ഫോട്ടോ ആണെങ്കിൽ വീഡിയോ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. ഓക്കെ, ഫുൾ റിവ്യൂ അല്ല. ഇതാണ് 1x, ഇതാണ് 5x, 1x, 5x, again 1x and 5x. സോ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൂംഡ് ഇൻ ഫോട്ടോസ് ആണ് കിട്ടുന്നത്. 12 മെഗാപിക്സലിൻ്റെ 2x പോർട്രേറ്റ് ക്യാമറ എന്ന് പറയുമ്പോൾ നോർമലി ഇതുപോലുള്ള ബൊക്കെ ബ്ലറൊക്കെ ഉള്ള DSLR രീതിയിലുള്ള ഒരു പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാമറയാണ് പോർട്രേറ്റ് ക്യാമറ. പിന്നെ ജിംബിളിൻ്റെ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. ജിംബിൾ സ്റ്റെബിലൈസേഷൻ ഈ ഒരു പോർട്രേറ്റ് ക്യാമറയിൽ വരുന്നുണ്ട്. ഫൈനലി 48 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് ആണ്. അത്യാവശ്യം റെസൊല്യൂഷൻ ഉള്ളതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള, നല്ല ഡീറ്റെയിൽ ഉള്ള, അത്യാവശ്യം നല്ല കളേഴ്സ് ഒക്കെ ഉള്ള അൾട്രാവൈഡ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. 8K at 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. പിന്നെ 4K at 60 FPS-ലും OIS ഉള്ളതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. നല്ലൊരു സ്റ്റെബിലൈസേഷൻ ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ഇംപ്രഷനിൽ ഐ എം ഹാപ്പി വിത്ത് ദ സ്റ്റെബിലൈസേഷൻ. ഈവൻ വീഡിയോ ക്വാളിറ്റി ആണെങ്കിൽ നല്ലതാണ്. നല്ല ഡൈനാമിക് റേഞ്ചും കളേഴ്സും ഡീറ്റെയിൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ വിവോൻ്റെ ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് ചില അഡീഷണൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അത് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആണ് Zeiss-ന്റെ സിനിമാറ്റിക് വീഡിയോ ബൊക്കെ ഉണ്ട്. അതായത് സിനിമാറ്റിക് സ്റ്റൈൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ആണ്. നോർമൽ പോർട്രേറ്റ് അല്ലെങ്കിൽ നോർമൽ ബൊക്കെ വീഡിയോക്ക് വേണ്ടിയുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ടൈം ലാപ്സ് വീഡിയോൻ്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. Zeiss-ന്റെ ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. നോർമലി വിവോൻ്റെ ഫോട്ടോസ് നല്ല ബ്രൈറ്റും വൈബ്രൻറ്റ് ഫോട്ടോസ് ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടി നാച്ചുറൽ കളേഴ്സ് ഉള്ള ഫോട്ടോസ് വേണമെങ്കിൽ Zeiss-ന്റെ ആ ഒരു മോഡ് സെലക്ട് ചെയ്യാം. പിന്നെ Zeiss സ്റ്റൈലുള്ള പോർട്രേറ്റ്സ്, പല രീതിയിലുള്ള പോർട്രേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ നൈറ്റ് പോർട്രേറ്റ് മോഡും വരുന്നുണ്ട്. അതായത് പോർട്രേറ്റ് ക്യാമറ വെച്ച് സൂപ്പർ നൈറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഞാൻ എല്ലാത്തിലും കയറുന്നില്ല. ലോ ലൈറ്റ് നൈറ്റ് ഫോട്ടോഗ്രാഫി നല്ല ഇംപ്രസീവ് ആയിട്ട് തോന്നി. നല്ലൊരു നൈറ്റ് ഫോട്ടോഗ്രാഫി കിട്ടുന്നുണ്ട്. അതായത് ഡീറ്റെയിൽസ് ആണെങ്കിലും ഹൈലൈറ്റ് ഷാഡോസിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഇംപ്രഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഐ എം ഹാപ്പി. സോ റിയർ ക്യാമറയിലുള്ള 8K വീഡിയോഗ്രാഫി, 4K at 60 FPS വിത്ത് സ്റ്റെബിലൈസേഷൻ, പിന്നെ ഇത്ര അധികം ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞിട്ട് സെൽഫി ക്യാമറയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ചെറിയൊരു നിരാശ തോന്നി. കാരണം സെൽഫി ക്യാമറ പെർഫോമൻസ്, സ്പെഷ്യലി ഫോട്ടോ, ഇറ്റ്സ് ഓക്കെ.
ഫോട്ടോഗ്രാഫി ഓക്കെയാണ്, അത്യാവശ്യം നല്ല സ്കിൻ ടോണും ഡീറ്റെയിൽസും കളേഴ്സ് കിട്ടുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ഓക്കെയാണ് പോർട്രേറ്റ് സെൽഫി ഫോട്ടോസിൽ. പക്ഷേ വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ ഓൺലി 1080p 30fps ആണ് തന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോൺ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോട്ടോഗ്രാഫി സെൻട്രിക് ഫോണാണ്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 4K at 60fps കൊടുക്കേണ്ടതാണ് സെൽഫി ക്യാമറയിൽ. അറ്റ്ലീസ്റ്റ് 4K at 30fps എങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇവിടെ 1080p at 30fps ആണ് തന്നിരിക്കുന്നത്. വീഡിയോ ക്വാളിറ്റി ഈസ് ഓക്കെ, പക്ഷേ അഗെയിൻ സ്റ്റെബിലൈസേഷനും വരുന്നില്ല. സോ നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സെൽഫി ക്യാമറ പെർഫോമൻസ് ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അതും വിത്ത് സ്റ്റെബിലൈസേഷൻ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഫോണിൽ കിട്ടില്ല. വേറെ ഫോൺസ് നോക്കേണ്ടി വരും. 4700 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 80 വാട്ടിൻ്റെ വയർഡ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും കിട്ടുന്നുണ്ട്. സോ ഫുൾ ചാർജ് ആവാൻ വേണ്ടി ഏകദേശം 40 മിനിറ്റ് എടുക്കും. 0 to 100% വിതിൻ 40 മിനിറ്റ്സ്. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ബാറ്ററി ബാക്കപ്പിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ, നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഡ്യുവൽ 5G കാരിയർ എഗ്രിഗേഷൻ, IR ബ്ലാസ്റ്റർ ഇതെല്ലാം വരുന്നുണ്ട്. ഈവൻ സാർ വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് അറിയില്ല. ഇപ്പോൾ എന്തായാലും ലോഞ്ച് ആയിട്ടുണ്ടാവുമല്ലോ. സോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ പ്രൈസും പിന്നെ ബൈ ലിങ്ക് ഒക്കെ ഇട്ട് തരാം. ഓക്കെ, തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. സോ ഇതൊരു പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ആണ് തീർച്ചയായിട്ടും. ആ ഡിസ്പ്ലേ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ടോട്ടലി ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നോർമലി ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ പ്രതീക്ഷിക്കുന്ന IP റേറ്റിംഗ് ആണെങ്കിലും TUV റൈൻലൈൻ സർട്ടിഫിക്കേഷൻ ആണെങ്കിലും വയർലെസ് ചാർജിങ് അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. NFC എല്ലാ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണ്, അതുകൊണ്ടാണ് അത്രയും ഫീച്ചേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത്. ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ചിലർക്ക് അതൊരു ഗിമ്മിക്കായിട്ട് തോന്നാം. ഓക്കെ, സോ നിങ്ങൾക്കത് ഗിമ്മിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് വേണ്ടിയല്ല. അതല്ല, നിങ്ങളൊരു ക്യാമറ ഓറിയൻറ്റഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോണാണ്. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.